ടെൽ അവീവിലെ ബെൻഗുരിയോൺ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൻ നാശനഷ്ടമുണ്ടാക്കിയ മിസൈൽ ആക്രമണത്തിന് പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വീടിന് നേർക്കും ഹൂതികൾ വൻ മിസൈൽ ആക്രമണം നടത്തിയതായുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. വീടിന് കേടുപാടുകൾ സംഭവിക്കുകയും സുരക്ഷാ ജീവനക്കാരടക്കം 10ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായും പറയുന്നുണ്ട്. ആക്രമണ സമയത്ത് നെതന്യാഹു വീട്ടിൽ ഉണ്ടായിരുന്നോ എന്നുള്ളതിൽ വ്യക്തതയില്ല. കഴിഞ്ഞ മാസം ആദ്യമായിരുന്നു വിമാനത്താവളത്തിന് നേരെ ഹൂതി വിമതരുടെ മിസൈൽ ആക്രമണം ഉണ്ടായത്. റൺവേയിൽ നിന്ന് 100 മീറ്ററോളം അകലെ ടെർമിനൽ 3ന്റെ പാർക്കിംഗ് സ്ഥലത്താണ് മിസൈൽ പതിച്ചത്. ടെർമിനലിനും റൺവേകൾക്കും വളരെ അടുത്തായി ഒരു മിസൈൽ വീഴുന്നത് ഇത് ആദ്യമായാണെന്നാണ് ഇസ്രായേൽ വിമാനത്താവള അതോറിറ്റി അന്ന് പറഞ്ഞിരുന്നത്. ഇസ്രായേലിന്റെ ത്രിതല വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഭേദിച്ചാണ് ഹൂതികൾ മിസൈൽ പതിപ്പിച്ചിരിക്കുന്നത്. പാട്രിയോട്ടിക് മിസൈലുകൾ ഉപയോഗിച്ച് ഹൂതി ബാലിസ്റ്റിക് മിസൈൽ തടയാൻ ഇസ്രായേൽ സൈന്യം നിരന്തരം ശ്രമിച്ചെങ്കിലും വിജയിച്ചില്ലെന്നാണ് പറയുന്നത്. ഉച്ചത്തിലുള്ള സ്ഫോടന ശബ്ദം നെതന്യാഹുവിന്റെ വീടിന് സമീപത്ത് നിന്ന് കേട്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞതായും വാർത്തകൾ പറയുന്നുണ്ട്. മിസൈൽ പതിച്ച ഉടൻ തന്നെ സുരക്ഷാ ജീവനക്കാർ സമീപത്തുണ്ടായിരുന്നവരോട് ബങ്കറുകളിൽ അഭയം തേടാൻ അഭ്യർത്ഥിച്ചതായും ഇവർ ബങ്കറുകളിലേക്ക് മാറിയതായും പറയുന്നുണ്ട്. ഗാസയിൽ നെതന്യാഹുവിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന നരനായാട്ടിന്റെ പുതിയ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെയായിരുന്നു പുതിയ ആക്രമണവും ഉണ്ടായിരിക്കുന്നത്. ഇസ്രായേലിന്റെ വംശഹത്യയും നെതന്യാഹുവിന്റെ നരനായാട്ടുമെല്ലാം ഗാസ എന്ന പ്രദേശത്തെ കൊണ്ടെത്തിച്ചത് ലോകത്തെ തന്നെ ഏറ്റവും വിശപ്പുള്ള സ്ഥലം എന്ന നിരയിലേക്കാണെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ പറയുന്നത്. പലകുറി പല രാജ്യങ്ങളും മനുഷ്യാവകാശ സംഘടനകളും ആവർത്തിച്ച് പറഞ്ഞിട്ടും യുദ്ധനീതി മറന്ന് വിളയാടുന്ന നെതന്യാഹുവിന് ഒരല്പം പോലും മനുഷ്യത്വം വന്നിട്ടില്ലെന്നാണ് ഹൂതികൾ ആരോപിക്കുന്നത്. കുരുന്നു ജീവനുകളെ വരെ തന്റെ യുദ്ധവെറിക്ക് ഇരയാക്കുന്ന നെതന്യാഹുവിനെ ഈ ലോകത്ത് ആരും തന്നെ പിന്തുണയ്ക്കുന്നില്ലെന്നും ഇസ്രായേൽ ആക്രമണത്തിലും ഉപരോധത്തിലും വലയുന്ന ഗാസയെ ഭൂമിയിലെ ഏറ്റവും വിശപ്പ് നിലനിൽക്കുന്ന സ്ഥലമായി പ്രഖ്യാപിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഐക്യരാഷ്ട്ര സംഘടനയും ചെയ്തിരിക്കുന്നത്. ഗാസയിലെ മനുഷ്യർ മുഴുവൻ ക്ഷാമത്തിന്റെ വക്കിലാണെന്നും UN റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. മതിയായ ഭക്ഷണം ലഭിക്കാതെയും താമസ സ്ഥലങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്ത ലോകത്തെ ഒരേയൊരു ജനതയാണ് ഗാസയിൽ ഉള്ളതെന്നും UN മാനുഷിക വിഭാഗം വക്താവ് ജെൻസ് ലാർക്ക് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പുറം രാജ്യങ്ങളിൽ നിന്നുള്ള മാനുഷിക സഹായം ഗാസയിൽ എത്തിക്കുന്നതിന് അടുത്തിടെ നേരിട്ട വലിയ തടസ്സങ്ങളാണ് പ്രതിസന്ധി രൂക്ഷമാക്കിയതെന്നും UN റിപ്പോർട്ട് പറയുന്നു. ഗാസയിലെ ഐക്യരാഷ്ട്രസഭയുടെ ദൗത്യം സമീപകാല ചരിത്രത്തിൽ വ്യാപകമായി തടസ്സപ്പെട്ടു എന്നും റിപ്പോർട്ട് വ്യക്തമാക്കി കഴിഞ്ഞു. ഉപരോധത്തിലൂടെയുള്ള ഇസ്രായേൽ ഗാസയിലെ പട്ടിണി അടിച്ചേൽപ്പിക്കുകയാണെന്നും ഗാസയിലെ 23 ലക്ഷം ജനങ്ങളും കടുത്ത പട്ടിണി അനുഭവിക്കുന്നുണ്ടെന്നും മനുഷ്യരെ വിശപ്പിലേക്ക് തള്ളിവിട്ട് ഇസ്രായേൽ നടത്തുന്ന നീക്കം അവസാനിപ്പിക്കാൻ തയ്യാറാകണമെന്നും ഐക്യരാഷ്ട്ര സംഘടന ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഗാസയിലേക്ക് 900 ട്രക്കുകൾ അയക്കാൻ ഇസ്രായേൽ സമ്മതിച്ചിരുന്നതാണ്. എന്നാൽ ഇതിൽ 600 ട്രക്കുകൾക്ക് മാത്രമേ ഗാസയിലെ അതിർത്തി കടക്കാൻ കഴിഞ്ഞുള്ളൂ. ബാക്കിയെല്ലാം അതിർത്തിയിൽ വെച്ച് ഇസ്രായേൽ സേന തന്നെ തടയുകയും ചെയ്തിട്ടുണ്ട്. അതിൽ ചെറിയൊരു സംഖ്യ മാത്രമാണ് വിതരണത്തിനായി കൊണ്ടുപോയത്. സുരക്ഷാ ഭീഷണി നിലനിൽക്കുന്നതിനാൽ സഹായങ്ങൾ നൽകാനാകില്ലെന്നാണ് അവർ പറയുന്നത്. 11 ആഴ്ച നീണ്ടുനിന്ന ഉപരോധം മെയ് 19-ന് ഇസ്രായേൽ കുറച്ചിരുന്നു. എന്നാൽ നിലവിലെ ഗാസ ജനതയുടെ ആവശ്യങ്ങളുടെ 10% പോലും പൂർത്തിയാക്കാൻ ഇത് തികയുന്നില്ലെന്നാണ് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച ഗാസയിലേക്ക് എത്തിയ സഹായങ്ങൾ ഈ സാഹചര്യം പലപ്പോഴും സാധന വിതരണ ട്രക്കുകൾക്ക് സമീപം സാധാരണക്കാരുടെ തിക്കും തിരക്കും സൃഷ്ടിക്കാനും ഇടയാക്കിയിട്ടുണ്ട്. വലിയ സംഘം സാധനങ്ങൾക്കായി കാത്തു നിൽക്കുന്നത് അപകടങ്ങൾക്കും കാരണമാക്കുന്നതായി പറയുന്നുണ്ട്. ഭക്ഷണ സാധനങ്ങളുമായി എത്തുന്ന ട്രക്കുകൾ ജനങ്ങൾ വളയുന്നത് അവർ നേരിടുന്ന പ്രതിസന്ധിയുടെ ആഴം വ്യക്തമാക്കുന്നതാണെന്ന് വേൾഡ് ഫുഡ് പ്രോഗ്രാം റിപ്പോർട്ടിലും ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ജനങ്ങൾ സാധനങ്ങൾക്കായി ബഹളമുണ്ടാക്കുമ്പോൾ ഇസ്രായേൽ സൈന്യം വെടിവെക്കുന്നതും സ്ഥിതി വഷളാക്കിയിട്ടുണ്ട്. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ സൈനിക നടപടിയും ഒരു വശത്ത് തുടരുകയാണ്. 24 മണിക്കൂറിനിടെ ഗാസയിൽ 60 ജീവൻ കൂടി പൊലിഞ്ഞതായി പുതിയ റിപ്പോർട്ടുകളും പുറത്തു വന്നു കഴിഞ്ഞു. 2023 ഒക്ടോബർ 7-ന് ശേഷം 54,381 പേരാണ് ഗാസയിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച അമേരിക്കൻ നിർദ്ദേശത്തിന് ഹമാസ് നൽകിയ മറുപടി അസ്വീകാര്യമാണെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് എക്സ്പോസ്റ്റിലൂടെ പ്രതികരിച്ചിരിക്കുന്നത്. ഞങ്ങൾ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളുടെ ചട്ടക്കൂട് ഹമാസ് അംഗീകരിക്കണമെന്നായിരുന്നു എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ വിറ്റ്കോഫ് ആവശ്യപ്പെട്ടത്. വെടിനിർത്തലിനെ കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ വരുന്ന ആഴ്ചയിൽ ഉടൻ ആരംഭിക്കാമെന്നും വിറ്റ്കോഫ് വ്യക്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ നിർദ്ദേശത്തിന് മറുപടി നൽകിയതായി നേരത്തെ ഹമാസ് അറിയിച്ചിരുന്നു. വെടിനിർത്തൽ കാലാവധിയും ഇസ്രായേൽ എത്രത്തോളം പിൻവാങ്ങുമെന്ന് സംബന്ധിച്ച വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങളും സംബന്ധിച്ചാണ് അമേരിക്കയും ഹമാസും തമ്മിലുള്ള തർക്കത്തിന് കാരണമായതെന്നാണ് റിപ്പോർട്ട്. സ്ഥിരമായ വെടിനിർത്തൽ, ഗാസ മുനമ്പിൽ നിന്നുള്ള പൂർണ്ണമായ പിൻവാങ്ങൽ, ഗാസ മുനമ്പിലെ ജനങ്ങൾക്ക് പുറത്തുനിന്നുള്ള കൂടുതൽ സഹായം ഉറപ്പുവരുത്തുക എന്നതായിരുന്നു അമേരിക്കയുടെ വെടിനിർത്തൽ നിർദ്ദേശങ്ങളോടുള്ള ഹമാസിന്റെ പ്രതികരണം.
കരാറിന്റെ ഭാഗമായി നേരത്തെ സമ്മതിച്ച പലസ്തീൻ തടവുകാർക്ക് പകരമായി 10 ജീവിച്ചിരിക്കുന്ന ഇസ്രായേലി തടവുകാരെയും 18 ബന്ദികളുടെ മൃതദേഹങ്ങളും വിട്ടു നൽകാമെന്ന് ഹമാസ് പ്രസ്താവനയിലൂടെ അറിയിച്ചിരുന്നതാണ്. ഗാസയിലെ അമേരിക്കൻ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രായേൽ നേരത്തെ അംഗീകരിച്ചിരുന്നു. 60 ദിവസത്തെ വെടിനിർത്തലും ജീവിച്ചിരിക്കുന്ന ബന്ദികളുടെ പകുതി പേരുടെ മോചനവും മരിച്ചവരിൽ പകുതി പേരുടെ മൃതദേഹം വിട്ടുനൽകുന്നതും വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെടുമെന്ന് വിറ്റ്കോഫ് നേരത്തെ സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ചിരുന്നതാണ്. മാർച്ച് പകുതിയോടെ നേരത്തെ പ്രഖ്യാപിച്ച വെടിനിർത്തൽ അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ ഗാസയിൽ നിന്നും പൂർണ്ണമായും പിൻവാങ്ങണമെന്ന് ഹമാസ് നിർബന്ധം പിടിച്ചതോടെ പുതിയ ഉടമ്പടിയെക്കുറിച്ചുള്ള ചർച്ചകൾ നീണ്ടുപോവുകയായിരുന്നു. പിന്നാലെ ഇസ്രായേൽ ഗാസയിലെ ആക്രമണം പുനരാരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. രൂക്ഷമായ ആക്രമണമായിരുന്നു ഇതിന് പിന്നാലെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയത്. ഇതോടെ ഗാസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ വഷളാവുകയും യുദ്ധം അവസാനിപ്പിക്കാൻ ഇസ്രായേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ഗാസയിൽ മാനുഷിക സഹായ വിതരണം ചെയ്ത ഇസ്രായേൽ അമേരിക്കൻ സംവിധാനത്തെ അപലപിച്ച് ഒരു ഉന്നത UN മനുഷ്യാവകാശ ഉദ്യോഗസ്ഥനും രംഗത്തെത്തിയിട്ടുണ്ട്. ഇസ്രായേൽ അമേരിക്കൻ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ സംവിധാനം ഗാസയിലെ ജനങ്ങളെ നിരാശരാക്കുകയാണെന്ന് അധിനിവേശ പലസ്തീൻ പ്രദേശങ്ങളിലെ UN മനുഷ്യാവകാശ ഓഫീസിന്റെ പ്രതിനിധി അജിത് സുൻഖെ ആരോപിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനീവയിൽ നിന്നുള്ള അനലോഡു ഏജൻസിയോട് സംസാരിച്ച സുൻഖെ ഈ സംവിധാനത്തിന് ന്യായബോധം, നിഷ്പക്ഷത, സ്വാതന്ത്ര്യം എന്നിവയില്ല എന്നും ആ പദ്ധതി ഇതിനകം പോഷകാഹാരക്കുറവുള്ള സാധാരണക്കാരെ ഭക്ഷണത്തിനായി ജീവൻ പണയപ്പെടുത്താൻ വീണ്ടും നിർബന്ധിതരാക്കുകയാണെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഗാസയിലെ ജനങ്ങളുടെ മാനുഷിക ദുരിതങ്ങൾ വർദ്ധിപ്പിക്കുന്ന ഒരു അപമാനകരമായ ഘടകം ഈ സംവിധാനത്തിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. മെയ് ആദ്യം മുതൽ ഐക്യരാഷ്ട്രസഭ നിരസിച്ച സ്വിറ്റ്സർലൻഡിൽ രജിസ്റ്റർ ചെയ്ത ഒരു സ്ഥാപനമായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ മധ്യ തെക്കൻ ഗാസയിൽ പരിമിതമായ സഹായം വിതരണം ചെയ്തു വരികയായിരുന്നു. എന്നാൽ ജനങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കുന്നുവെന്ന് ആരോപിച്ച് അവരുടെ പ്രവർത്തനവും കടുത്ത രീതിയിലാണ് ഇസ്രായേൽ തടഞ്ഞത്. മാർച്ച് 2 മുതൽ ഗാസയിലെ 2.4 ദശലക്ഷം നിവാസികളിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഇത് ഏകദേശം 9,000-ലധികം ആളുകളെ, അതായത് ജനസംഖ്യയുടെ പകുതിയോളം പേരെ ശുദ്ധജലമോ പരിമിതമായ ഭക്ഷണമോ സുരക്ഷിതമായ ആശുപത്രികളോ ഇല്ലാത്ത തിരക്കേറിയ മേഖലകളിലേക്ക് മാറ്റിപ്പാർപ്പിക്കാൻ നിർബന്ധിതരാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെതിരെ അന്താരാഷ്ട്ര സമൂഹത്തോട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള ചർച്ചകൾ ഉടലെടുത്തത് വീണ്ടും ആക്രമണങ്ങളിലേക്കുള്ള വഴിയൊരുക്കുകയും ചെയ്തിട്ടുണ്ട്. ഗാസയെക്കുറിച്ചുള്ള പുതിയ റിപ്പോർട്ട് വന്നതിന് പിന്നാലെ രൂക്ഷമായ ഭാഷയിൽ ഇറാനും പ്രതികരിച്ചു കഴിഞ്ഞു. ഇറാന്റെ സമാധാനപരമായ ആണവ പദ്ധതിയെക്കുറിച്ച് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ രാഷ്ട്രീയപ്രേരിത റിപ്പോർട്ട് തള്ളിയിരിക്കുകയാണ് ഇറാന്റെ അന്താരാഷ്ട്ര കാര്യങ്ങളുടെ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി. ചില രാജ്യങ്ങൾ ക്ഷമ ദുരുപയോഗം ചെയ്താൽ അതിന് ഉചിതമായ പ്രതികരണം ഉണ്ടാകുമെന്നാണ് അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. 3 അപ്രഖ്യാപിത സ്ഥലങ്ങളിലെ ആണവ പ്രവർത്തനങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിൽ ഇറാൻ പരാജയപ്പെട്ടുവെന്നും 60% വരെ പരിശുദ്ധമായ യുറേനിയം ശേഖരത്തെക്കുറിച്ച് ആശങ്കകൾ ഉന്നയിച്ചുവെന്നും അംഗരാജ്യങ്ങൾക്ക് നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ IAEA അവകാശപ്പെട്ടതിന് പിന്നാലെയാണ് കാസിം ഖരീബാബാദി ഈ പ്രസ്താവന നടത്തിയിരിക്കുന്നത്. സയനിസ്റ്റ് ഭരണകൂടം നൽകിയ കെട്ടിച്ചമച്ച ഡാറ്റകളുടെ ഒരു പരമ്പരയെ അടിസ്ഥാനമാക്കിയാണ് റിപ്പോർട്ട് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. ഇറാന്റെ മുൻകാല ആണവ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള എല്ലാ ആരോപണങ്ങളും ഐക്യരാഷ്ട്രസഭ സുരക്ഷാ കൗൺസിൽ പ്രമേയം 2231 പ്രകാരം അവസാനിപ്പിച്ചിരുന്നു. ഇത് 2015-ലെ ഇറാൻ ആണവ കരാറിനെ ഔദ്യോഗികമായി അംഗീകരിച്ചതാണ്. ഇത് ഔദ്യോഗികമായി ജോയിന്റ് കോംപ്രിഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ എന്നറിയപ്പെടുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഐക്യരാഷ്ട്രസഭയുടെ ആണവ നിരീക്ഷണ സമിതിയുടെ റിപ്പോർട്ട് ഇറാനെതിരെ പുതിയ രാഷ്ട്രീയ ചൂഷണം ഉദ്ദേശിച്ചുള്ള തെളിവില്ലാത്ത പ്രശ്നങ്ങൾ വീണ്ടും ഉയർത്തുന്നുണ്ടെന്നും ഖരീബാബാദി അഭിപ്രായപ്പെട്ടു കഴിഞ്ഞു. ഇറാൻ ആണവായുധങ്ങൾ പിന്തുടരുകയോ പ്രഖ്യാപിക്കാത്ത ആണവ വസ്തുക്കളോ പ്രവർത്തനങ്ങളോ കൈവശം വയ്ക്കുകയോ ചെയ്യുന്നില്ലെന്നും ഇറാൻ ഇതുവരെ അതിന്റെ എല്ലാ ബാധ്യതകളിലും പ്രതിജ്ഞാബദ്ധരാണെന്നുമാണ് അവർ പറയുന്നത്. ഈ രാജ്യങ്ങൾ ഇറാന്റെ ക്ഷമയെ ദുരുപയോഗം ചെയ്യാൻ തീരുമാനിക്കുകയും തെറ്റായ പാതയിൽ തന്നെ തുടരുകയും ചെയ്താൽ മറ്റ് കക്ഷികളുടെ സാഹചര്യങ്ങളും പ്രവർത്തനങ്ങളും അനുസരിച്ച് ഉചിതമായ തീരുമാനങ്ങൾ സ്വീകരിക്കാനും നടപ്പിലാക്കാനും ഇറാൻ നിർബന്ധിതരാകുമെന്നും അതിന്റെ ഉത്തരവാദിത്വം അനന്തരഫലങ്ങളും പൂർണ്ണമായും ആ രാജ്യങ്ങൾക്കായിരിക്കുമെന്നുമാണ് ഇറാന്റെ ഭീഷണി വന്നിരിക്കുന്നത്. തൊട്ടു പിന്നാലെയായിരുന്നു ഹൂതികളുടെ വൻ ആക്രമണവും ഇപ്പോൾ നടന്നതായി റിപ്പോർട്ടുകൾ പുറത്തു പറയുന്നത്.